അപ്പൊ CID പണി ഒപ്പിച്ചു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ബാഡ്, വെരി ബാഡ്. നീ കിണിക്കല്ലേ? ചതിയ ബദ്ദലഹേമിൽ താമസിക്കുന്ന യൂദാസെ. എടാ നന്ദി വേണോടാ നന്ദി. ആ രണ്ടക്ഷരത്തിന്റെ അർത്ഥം നിനക്കറിയോ? ഇല്ല. ചേടാ ഞാൻ എന്നാ ഏതെന്നാ ഇയാള് പറയുന്നത്? നിനക്ക് മാനേജ് ചെയ്യായിരുന്നു, ഈസി ആയിട്ട് മാനേജ് ചെയ്യായിരുന്നു. ആ പുണ്യനായർ ഒന്നും അറിയിക്കാതെ നാട്ടിലേക്ക് പാക്ക് ചെയ്യായിരുന്നില്ലേ? എടാ എടാ പൊട്ടൻ ചങ്കു, അതിന് അയാൾ എന്നോട് പറഞ്ഞു. അയാൾ ആരാന്ന് ഓർമ്മയുണ്ടോ ഈ മുഖം? 2.5 വർഷം മുമ്പുള്ള ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് നിന്നതാ ഈ കൈകൾ കൊണ്ട് കോരിയെടുത്തപ്പോ നീ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, താങ്ക് യു സാർ, താങ്ക് യു എന്ന്. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്ക് പോകാൻ 2 വഴിയാ. ലെഫ്റ്റിലും പോവാം, റൈറ്റിലും പോവാം. ലെഫ്റ്റിൽ പോയ റോഡ് നല്ലതാ, എന്നിട്ടും ഞാൻ റൈറ്റിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ടല്ലേടാ കണ്ടത്. ഏതോ ലോറിക്കാർ ഇടിച്ചിട്ടിട്ട് പോയ നിന്റെ ജീപ്പും നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന നീയും ഇങ്ങനെ ഞാൻ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ച് 4 കുപ്പി ബ്ലഡും തന്ന്. 3 കുപ്പി. എന്തോ കഴിഞ്ഞ ഗാന്ധി ജയന്തി സാറി കഥ പറഞ്ഞപ്പോ 3 കുപ്പിയായിരുന്നു. ഇപ്പൊ ടെൻഷൻ കാരണം 1 കുപ്പി കൂടി ഉണ്ടാവും. എന്റെ ബ്ലഡിന്റെ കണക്ക് നിനക്കാണ്. ആദ്യകാലത്ത് ഇറങ്ങിയ കാസറ്റിൽ 2 കുപ്പിയായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞു കൂടി വരും. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. ഇല്ലടാ, ഞാൻ ഒന്നും പറയുന്നില്ല. ജീവൻ രക്ഷിച്ചവനിട്ട് തന്നെ പണിയണം. ബ്രൂട്ടസ് ഒക്കെ നിന്റെ മുമ്പിൽ എന്തൊരു ഡീസന്റ്. പുളുന്തൻ ചങ്കു, ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടടാ? ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഹോ ദൈവമേ, നിനക്കന്നൊന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ലായിരുന്നോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺ വാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. ഇല്ല, ഞാൻ നിർത്തി. ഇനിയില്ല. യാത്ര പറയാൻ വന്നത് ഞാൻ. ഇനി ചിലപ്പോ കണ്ടില്ല എന്ന് വരും. കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സാർ സൂയിസൈഡ് പോവാണല്ലേ? എടാ മോനായി, ചവിട്ടി കയറ്റി തരും ഞാൻ. സൂയിസൈഡ് നിന്റെ അപ്പം ചെയ്യും. മോനെ, എന്താടാ നിന്റെ പ്രശ്നം? എടാ നിനക്കൊരു പ്രശ്നം ഉണ്ടായി ഞാനുണ്ടാവില്ലടാ. എടാ മുത്തശ്ശനും മുത്തശ്ശിയും കസിൻ പിള്ളേരും എല്ലാരും കൂടി ഈ വെക്കേഷൻ ഇങ്ങോട്ട് വരുന്നു എന്ന്. അതാണോ കാര്യം? അവര് വരട്ടടാ, എല്ലാവരും വരട്ടെ. എന്നിട്ട് അവർക്ക് ഇവിടെ മതി വരും വരെ ഇവിടെ താമസിക്കട്ടെ. എടാ അവരെത്ര പേരെ എങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോണെന്ന് നിനക്കറിയോ? നീ ഭാഗ്യവാനാടാ. നിനക്കെല്ലാരും ഉണ്ട്. അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അങ്കിൾസ്, ആന്റീസ്, കസിൻസ്. ഈ ഒരൊറ്റ കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ. എടാ എനിക്കാരുണ്ട്? ആ ഒറ്റ കാര്യത്തിലാടാ എനിക്ക് നിന്നോട് അസൂയ. നിന്നെ തേടി വരാൻ ഒരു തെണ്ടി പോലും ഇല്ലല്ലോടാ. അതിന്റെ സുഖം നിനക്കറിയില്ല ചങ്കു. എടാ ഈ ഫാമും ഫാം ഹൗസും എന്റേതാണെന്ന വിശ്വാസത്തിൽ അവരൊക്കെ വരുന്നത്. ഞാനിവിടെ ഭയങ്കര സ്റ്റൈലില് ജീവിക്കുന്നു അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന പിക്ചർ. ആ പിക്ചർ അതുപോലെ തന്നെ നിലനിർത്താം. ഞാൻ ആരാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പാർട്ട്ണർ, നിന്റെ പാർട്ട്ണർ ആണെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ മാനേജർ. എന്താ മാനേജരോ? മാനേജർ റോൾ എനിക്ക് വിട്ടുതന്നേരം സാറേ. ഡെന്നി സാറും രവി സാറും ഇതിന്റെ പാർട്ട്നേഴ്സ്. ഡെന്നിസേ, റിസ്ക് അല്ലേടാ അത്? എന്തെങ്കിലും പൊളിഞ്ഞ നമ്മൾ പൊളിക്കില്ലടാ. പൊളിക്കും. നമ്മൾ ഉള്ള ദിവസം കൂടെ അടിച്ചു പൊളിക്കും. യെസ്, കുറച്ച് ദിവസങ്ങൾ, അത്രയും കാലമെങ്കിലും ഇതൊരു വീടാവട്ടെ. ഇപ്പൊ ഇതെന്താ, ഒരു കാലിത്തൊഴുത്തിന്റെ അനക്സ്. ഈ ഭൂലോകത്ത് ആരും തേടി വരാനില്ലാത്ത ഡെന്നിസ് എന്ന അനാഥന്റെ കാലിത്തൊഴുത്ത് ഒരു വീടായി മാറുന്നു. അല്ല, കൊട്ടാരം. മോനായി സാർ, ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കാറില്ലേ നമ്മൾ? അതുപോലെ ഒരുക്കണം ഇവിടെ മുഴുവൻ. ഒന്നും കുറഞ്ഞു പോകരുത്. ഓക്കേ? ഓക്കെ സാർ, ഏറ്റു. ഓക്കേ. ഡെന്നിസേ, നീ എന്നെ രക്ഷിച്ചടാ. താങ്ക് യു. നോ ശങ്കു, താങ്ക്സ് നിനക്കാണ് പറയേണ്ടത്. എന്റെ പേരിൽ സർനെയിം എഴുതേണ്ടടുത്ത് ഞാൻ മനസ്സിൽ കോറിയിടാറുണ്ട് ഒരു വാക്ക്, ഓഫൻ. ഡെന്നിസ് ദി ഓഫൻ. അത് ഞാൻ മായ്ച്ചു കളയാൻ പോവാ. ഒരു ഒഴിവുകാലം മുഴുവൻ ഞാൻ സനാഥനാണ്. എനിക്കൊരുപാട് ബന്ധുക്കളുണ്ട്. പിന്നെ ചങ്കു, മറ്റൊന്നുകൂടി നമ്മൾ മറന്നു. പൂച്ച. പൂച്ചേ? പൂച്ചയെ ദൂതായി അയച്ചവൾ എവിടെയോ മറഞ്ഞിരുന്ന് നിന്നെ സ്നേഹിക്കുന്ന
നിന്റെ മുറപ്പെണ്ണ് അവളും വരുന്നു. അതെ, അവൾക്കും സ്വാഗതം. ചുവന്ന പരവതാനി വിരിച്ച സ്വാഗതം. നീ ഒന്ന് പൊലിപ്പിച്ചേക്കണം. ഏറ്റവും മുത്തശ്ശ. How are you, my boy? ഫൈൻ മുത്തശ്ശ. മുത്തശ്ശൻ തനിച്ചോളടാ. തനിച്ചോ? ഏ? ദാ വരുന്നു നിന്റെ 11 കസിൻ സിസ്റ്റേഴ്സ്. ഹായ്. ഹായ്. ഹലോ. ഹലോ ഹായ്. ഹലോ ഹലോ. നമസ്കാരം. ഗേൾസ് സ്കൂൾ വിട്ട പോലെ ഉണ്ട്. മുത്തശ്ശി. എന്റെ രവി മോനെ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. എന്നാലും എന്റെ കുട്ടി, നിന്നെ ഒരു നോക്ക് കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വന്നല്ലോടാ. അത് മുത്തശ്ശി, എനിക്ക് തിരക്കൊണ്ട് വരാൻ പറ്റാത്തതല്ലേ. എന്റെ ഒരു ഫുൾ ടൈം അറ്റൻഷൻ വേണം ഈ ഫാമില്. പൊന്ന സോറി, ബാഗ്, കൂലി. രവി, who is the gentleman? എന്റെ പാർട്ട്ണറാ. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലെ ഈ ഫാം നടത്തുന്നത്. കുട്ടികളൊന്നും മാറണേ. മാറി മാറി No, 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 no. Get up, get up. ആര് പറഞ്ഞിട്ട് കാലിൽ വീഴാൻ? എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണത്. കാലിൽ വീഴുന്നവരെ ഒരിക്കലും നമ്പരുതെന്നാണ് എന്റെ ജീവിതം എന്നെ പഠിപ്പിച്ച പാഠം. അല്ല, ഞാൻ മുത്തശ്ശനെ ഒന്ന് ബഹുമാനിക്കാൻ. അതിന് വേറെ വഴികളുണ്ടല്ലോ. അത് മുത്തശ്ശ, ഡെന്നിസിന് ആരുമില്ല റിലേറ്റീവ്സ് ആയിട്ട്. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മുത്തശ്ശനെ നേരിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ സന്തോഷം കൊണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. അല്ല, റിലേറ്റീവ്സ് ആരും ഇല്ലെന്ന് പറഞ്ഞ ഉണ്ട്. എനിക്ക് രവിയുണ്ട്. പിന്നെ ഇപ്പൊ രവിയുടെ റിലേറ്റീവ്സ്. കഥകളെല്ലാം വിസ്തരിച്ച് അങ്ങ് വീട്ടിൽ ചെന്നിട്ടാവാം. Let's go. ഓക്കെ, we'll go home. ഡെന്നിസെ, കുട്ടികളൊക്കെ നീ നിന്റെ വണ്ടിയില് ട്രെയിനിൽ വെച്ച് മുത്തശ്ശൻ ഒരാളെ ഇടിച്ചു. ഇടുക്കി. ഇടിക്കാതെ പിന്നെ എങ്ങനെ? സ്കൗണ്ടറൽ. പ്രായമായ പെൺകുട്ടികളെ കാണുമ്പോൾ ചിലവന്മാരുടെ ചില ചീപ്പ് ഷോ ഓഫ് ഉണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. കൊടുത്തു മുഖം നോക്കി ഒരെണ്ണം. ഒരാളെ കൂടെ വിളിക്കണം, ഒത്തിരി ലഗേജ് ഉണ്ട്. ഡെന്നിസെ, നീ ഇതൊന്നും മാനേജ് ചെയ്തേക്കണേ. We'll go home, we'll go home. വരൂ. Let's go. സാറേ, ഇതൊന്ന് പിടിച്ചാ സാറേ. അതെ അതെ, ഇതും കൂടെ. എടാ പാർട്ട്ണറെ, ഈ പെട്ടി നോക്കാൻ പാർട്ട്ണർഷിപ്പ് ഇല്ലല്ലേ? വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. താങ്ക് യു. മുത്തശ്ശനത് ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്കറിയായിരുന്നു. ഇത്രയും മനോഹരമായ ഒരു ഫാം വാങ്ങിയിട്ട് ഇതുവരെ നീ എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാത്തതിൽ എനിക്ക് അല്പം വിഷമമുണ്ട്. അത് ഈ ഫാം ഒന്ന് ഫുൾ സിംഗിളായി ഒന്ന് ഫ്ലറിഷ്ഡ് ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നമ്മൾ പണ്ട് നൈനിറ്റാളിൽ താമസിച്ചില്ലേ ഒരു ക്യാമ്പ് ബംഗ്ലോ, അതുപോലെ ഉണ്ട്. യെസ് യെസ്. അസലായിട്ടുണ്ട് കേട്ടോ മോനെ, മിടുക്കൻ. താങ്ക് യു മുത്തശ്ശി. ഇവൻ എന്റെ പേരക്കുട്ടിയാ. ഇവൻ ഇതല്ല ഇതിനപ്പുറവും അച്ചീവ് ചെയ്യും. Great, Ravita. It's really great. ഓ, താങ്ക് യു. പശുക്കളുടെ ഈ ഫാം എവിടെയാ? പശുവാ? പശു അടുത്ത നമുക്ക് പോവാം. ഇപ്പൊ എത്ര പശുക്കളുണ്ട്? 1000 ഇല്ല, കുറച്ച് ചത്തുപോയി. ഒരു 700 കാണും ടോട്ടൽ നമ്പർ. നിന്റെ അമ്മയെ കൊണ്ടൊന്ന് കാണിക്കണം. അവൾക്ക് എപ്പോഴും പേടിയാ ഇവന്റെ കാര്യം. ഇവൻ എന്താ ഇവിടെ കാണിച്ചു കൂട്ടുകാന്ന് അറിയില്ലെന്നാ പറയാ. ഇയാൾ പാർട്ണർ എന്ന് പറഞ്ഞത് ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അതോ വെറും വർക്കിംഗ് പാർട്ണർ മാത്രമോ? വർക്കിംഗ് പാർട്ണർ. പിന്നെ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെന്റ് കുറച്ചുണ്ട്, എന്നാലും നല്ല വർക്കറാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്. വരുന്ന വഴിക്ക് ലേക്കിനടുത്ത് എത്തിയപ്പോ കുട്ടികളൊക്കെ ബഹളം, അവിടെ നിർത്തണമെന്ന് പറഞ്ഞേ, അതാ വൈകിയത്. അല്ല, എന്താ എല്ലാരും പുറത്ത് തന്നെ, അകത്തേക്ക്? പുറത്തെ ഭംഗി ശരിക്കും ആസ്വദിച്ച ശേഷം അകത്തേക്ക് കയറാമെന്ന് കരുതി. ഈ പെട്ടികളൊക്കെ എടുത്തു ഒന്ന് അകത്തേക്ക് വെക്കാനുള്ള. ആ മോനായി അവിടെ കണ്ടില്ല. മോനായി. സോറി, ഞങ്ങളുടെ ഒരു സെർവൻ ബോയ് അവനെ വിളിച്ചതാ. നീ എവിടെയായിരുന്നു? രവിസാറിന് അന്വേഷിച്ച് രണ്ടുപേരും വന്നിരുന്നു. അവരെ കൊണ്ടാക്കാൻ പോയതാ. എല്ലാത്തിനും നിനക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ടാവുമല്ലോ. എന്റെ അന്വേഷിച്ച് ആര് വന്നു? ആ ബാങ്ക് മാനേജർ. ആ ബാങ്ക് മാനേജറും കൂടെ 1-2 പേരും കാണാൻ വന്നിരുന്നു. എന്താ ലോണിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു. ലോൺ പെട്ടെന്ന് തിരിച്ചടച്ചില്ലെങ്കിൽ സംഗതി പ്രശ്നമാവെന്ന് പറഞ്ഞു.
അവരവരുടെ കണ്ണി പെടാണ്ട് പുറകുവശത്ത് റോട്ടിലൂടെ കൊണ്ടാക്കാൻ പോയതാ. എന്താ ചെയ്ത് തെറ്റായോ? ഏയ് താങ്ക് യു. ഓക്കെ, ആ പെട്ടിയൊക്കെ ഒന്ന് എടുത്തു വെച്ചോ. ആ പെട്ടിയൊക്കെ ഒന്ന് വേഗം എടുത്തു വെച്ച് തരുമോ?